ലളിതം ഗണിതം ലളിതമീ ഗണിതം. നമസ്കാരം മിടുക്കികളെ മിടുക്കന്മാരെ, ഹാപ്പി. എന്താ അവിടെ റോബോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ക്ലാസ് തുടങ്ങാൻ പോവാണ് കേട്ടോ. സംസാരിക്കുമ്പോൾ നല്ല ശബ്ദമാണ് റോബോട്ടിന് അല്ലേ? ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ശബ്ദം അത്ര കാണാറില്ലല്ലോ, അത്ര കേൾക്കാറില്ലല്ലോ ശബ്ദം. ഈ ശബ്ദം അപ്പോഴും ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇന്ന് എന്താ എടുക്കുന്ന ഒരു പുതിയ ചാപ്റ്ററാണ് നമുക്ക് എടുക്കാൻ പോകുന്നത്. ഏതാണ്? ചാപ്റ്റർ 14, പ്രാക്ടിക്കൽ ജോമെട്രി. അതായത് ജോമെട്രിയുടെ ഒരു ബാലപാഠങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചില്ല, എന്താ ഷേപ്സുകൾ അതൊക്കെ ആയിട്ട്. ഇനി അത് പ്രാക്ടിക്കൽ ജോമെട്രി, എങ്ങനെയാണത് വരയ്ക്കുക, എന്തെല്ലാം ടൂൾസ് അതിന് വേണ്ടി ഉപയോഗിക്കണം, ഇതെല്ലാം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഏതാണ്? CBSE മാത്സിലത്തെ ക്ലാസ് 6ലത്തെ ചാപ്റ്റർ 14 പ്രാക്ടിക്കൽ ജോമെട്രി. മുന്നോട്ട് പോവാം. ഓക്കെ, വരും. നമ്മളിന്ന് പുതിയ ചാപ്റ്ററിലേക്ക് പ്രവേശിക്കുകയാണ്. എന്താണ് ചാപ്റ്റർ? പ്രാക്ടിക്കൽ ജോമെട്രി. പ്രാക്ടിക്കലി നമ്മൾ അതായത് ജോമെട്രിയുടെ ഷേപ്പുകളെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചില്ല. ഇതല്ലാണ്ട് എങ്ങനെ വരയ്ക്കാം, ഓരോ ഷേപ്പുകൾ എങ്ങനെ വരയ്ക്കാം എന്നുള്ള അതിനുള്ള ടൂൾസ്. ആദ്യമായിട്ട് നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാനുള്ള ടൂളിനെ കുറിച്ച് പറയാം. ആദ്യകാലങ്ങളിൽ ഇപ്പം അങ്ങനെ കാണാറില്ല, അത് റൂളർ എന്നാണ് പറയുക. അതിന് പഴയ എല്ലാ ആൾക്കാരുടെയും റൂളറിനെ ഇപ്പം അങ്ങനെ ഉപയോഗിക്കാറില്ല. പക്ഷേ വളരെ യൂസ്ഫുള്ളായിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് റൂളർ. അതെങ്ങനെയാണ് ഏതാണ്ട് ഷേപ്പ് എന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അതായത് ഇങ്ങനെ ഒരു തന്നെ ഇത്രയേ ഉള്ളൂ, ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള ഒരു മരത്തടി, അതിങ്ങനെ പേപ്പറിൻ്റെ മീതെ കൂടെ ഇങ്ങനെ ഉരുട്ടാൻ പറ്റും ഇത്. അപ്പോൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാരലൽ ലൈൻസൊക്കെ വരയ്ക്കാൻ എളുപ്പമാണ്, സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കാൻ എളുപ്പമാണ് റൂളർ. പക്ഷെ മെഷർ ചെയ്യാൻ പറ്റില്ല. ഇതിൽ വെറും ഒരു മരത്തിൻ്റെ ഒരു തടിയേ ഉള്ളൂ, മെഷർമെൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല, സെൻറ്റിമീറ്ററോ ഇഞ്ചോ ഒന്നും അതിൽ കാണില്ല. അപ്പോൾ ഈ മരത്തിൻ്റെ തടി കൊണ്ട് എന്താ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ഒരു പേജെന്ന് വിചാരിക്കുക. ഈ പേജിൽ ഈ റൂളർ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഈ റൂളറിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ പെൻസിലോ പേന എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ റൂളറിൻ്റെ ഇവിടെ മുഴച്ച് നിൽക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ റോൾ അടിച്ചാൽ ഒരു സ്ട്രെയിറ്റ് ലൈനായി. പിന്നെ ഈ റൂളർ ഇതിനെ ഉരുട്ടിക്കൊണ്ടുപോകുമ്പോൾ ആംഗിൾ മാറുന്നില്ല, അതേ ലെവലിൽ ഉരുട്ടിക്കൊണ്ടുപോയിട്ട് ഇവിടെ നിർത്തി വിചാരിക്കുക. അപ്പോൾ പിന്നെ ഇവിടെ ഒരു വര വരച്ച് കഴിഞ്ഞാൽ ഈ വരയ്ക്കുന്ന വരയൊക്കെ സ്ട്രെയിറ്റ് ആകും. എന്താ കഴിഞ്ഞാൽ ഇതിൻ്റെ എഡ്ജ് സ്ട്രെയിറ്റ് ആണ്. അപ്പോൾ ആ എഡ്ജിനോട് ചേർത്ത് ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് വര വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ റൂൾ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ എന്താണ്, ഇതും പാരലലായി ഇങ്ങനെ പോവല്ലേ വെച്ച് കഴിഞ്ഞാൽ തെറ്റാതെ വരയ്ക്കണം, കൈ വിടാതെ അതേമാതിരി റോൾ ചെയ്തിട്ട് പുറത്ത് കൊണ്ട് നിർത്തുക. അപ്പോൾ പാരലൽ ലൈൻസ് വരയ്ക്കാനും പറ്റും, സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാനും പറ്റും. വെറുതെ ലൈൻ ഇടാനൊക്കെ ഉപയോഗിക്കുന്നതാണ്, പക്ഷേ മെഷർ ചെയ്യാൻ പറ്റില്ല. ഇതാണ് റൂളറിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. അടുത്തതാണ് നമുക്ക് ഈ റൂളറിന് പകരം ചെയ്യാവുന്നൊരു റൂളറിൻ്റെ അതേ ഫങ്ഷനും അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാവുന്ന ഒരു കാര്യമാണ് സ്കെയിൽ. ഇപ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ സ്കെയിലല്ലേ, റൂളറിന് പകരമാണ്. പക്ഷേ റൂളറുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ സ്കെയിലിൽ മെഷർമെൻ്റ് ഉണ്ടാവും, ഇത്ര സെൻറ്റിമീറ്റർ കണ്ടോ. ഇതൊരു 15 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു സ്കെയിലാണ്, ചെറിയ സ്കെയിലാണ്. ഓക്കെ, അപ്പോൾ റൂളറിന് പകരം ഈ സ്കെയില് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ പറ്റും, വളയാതെ വരയ്ക്കാൻ പറ്റും. ഈ സ്കെയിൽ ഇങ്ങനെ വയ്ക്കുക, അത് കഴിഞ്ഞ് പെൻസിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ബലമായിട്ട് ഇവിടെ പിടിച്ച് ഇങ്ങനെ വരച്ച ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. അതേസമയം നമുക്ക് ഇതിനെ മെഷർ ചെയ്യാനും പറ്റും. റൂളറിൽ ഇതിൽ മെഷർമെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഇപ്പോൾ ഈ റൂളറിൻ്റെ ഈ തല തൊട്ട് ഈ തല വരെ എത്രയാണ് സെൻറ്റിമീറ്റർ നമുക്കിങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും. കേട്ടോ, അപ്പോൾ 15 ആയി, അത് കഴിഞ്ഞ് 15 + 10 25, ഇത് 25 സെൻറ്റിമീറ്റർ നീളമുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്കെയിലാണെങ്കിൽ നമുക്ക് രണ്ട് കാര്യമുണ്ട്. സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് വരയ്ക്കുകയും ചെയ്യാം, അതേസമയം തന്നിരിക്കുന്ന വര അല്ലെങ്കിൽ എത്ര 4 സെൻറ്റിമീറ്റർ വെച്ച് വരണമെങ്കിൽ കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ 0യിൽ സ്റ്റാർട്ട് ചെയ്തു, 4 വരെ
നമുക്കത് കാണാമല്ലോ. അപ്പോൾ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ 4 സെൻറ്റിമീറ്റർ നീളമുള്ളൊരു ലൈൻ സെഗ്മെൻറ്റ് കിട്ടും അല്ലേ. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നൊരു ടൂളാണ്. ഇതൊക്കെ നമ്മൾ ടൂൾസിനെ കുറിച്ചാണ് പഠിക്കണം. അതായത് പ്രാക്ടിക്കൽ ജോമെട്രിയുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് ഏതെല്ലാം ടൂൾസ് നമുക്ക് ജോമെട്രിക്കൽ ഷേപ്പ് വരയ്ക്കാനുണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ, ഇത് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ റൂളർ കണ്ടു, സ്കെയിൽ കണ്ടു. ഇനിയുള്ളതാണ് ഇതാ, ഇതിനെന്താ പേര്? ആരതി? കോമ്പസ്. യെസ്, ഇതാണ് കോമ്പസ്. ഇതിനെന്തൊക്കെയാണ് ഉപകാരങ്ങൾ? ഈ കോമ്പസിൽ ആദ്യം ഈ പറയുന്ന സ്ഥലത്തൊരു പെൻസിൽ പിടിപ്പിക്കണം. ഈ പെൻസിൽ പിടിപ്പിക്കുന്ന വിധം ഇങ്ങനെയാണ്, കണ്ടോ? ഇങ്ങനെ വെച്ച് ഒരു സർഫസിൽ, ഒരു ലെവലായിട്ടുള്ളൊരു സർഫസിൽ വെച്ച് ഇത് ഈ മൊനയും ഇവിടെ കുത്തി നിൽക്കണം. ഈ പെൻസിൽ നല്ലതായിട്ട് കൂർപ്പിക്കണം. കട്ടറൊക്കെ വെച്ച് നല്ല ഫൈൻ, നല്ല കൂർത്ത മൊന ഉണ്ടാവണം. അത് കഴിഞ്ഞ് ഇത് ഈ തിരിപ്പിച്ച് കഴിഞ്ഞത് ഫിക്സായി, കേട്ടോ. കോമ്പസ് ഫിക്സായി ഇപ്പോൾ ഇവിടെ, കേട്ടോ. അപ്പോൾ ഇതിന് ഈ നല്ല ഷാർപ്പൻ ചെയ്ത ടിപ്പ് വേണം പെൻസിലിന്. പിന്നെ മാത്രമല്ല ഒരു പെൻസിൽ കൂടി നമ്മൾ കയ്യിൽ കരുതണം. അതിനെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിൻ്റെ 2 ഉപയോഗങ്ങളുണ്ട് ഈ കോമ്പസ് കൊണ്ട്. ഒരു ഉപയോഗം എന്താണ്? ഒരു ലൈൻ സെഗ്മെൻറ്റ് ഇവിടെ വരച്ചു വിചാരിക്കും. ഈ ലൈൻ സെഗ്മെൻറ്റിൻ്റെ ലെങ്ത് എത്ര മെഷർ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ മെഷർ ചെയ്യണമെങ്കിൽ ഈ കോമ്പസ് കൊണ്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ വയ്ക്കുക, കണ്ടോ? ഇതിങ്ങനെ വലുതാക്കി ഈ ടിപ്പ് ഇവിടെയും ഈ ടിപ്പ് ഇവിടെയും, എന്നിട്ട് ഇങ്ങനെ 2 അറ്റത്തും കൊള്ളുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ കോമ്പസ് അങ്ങനെ എടുത്തിട്ട് നമ്മളൊരു സ്കെയിലുണ്ടല്ലോ, സ്കെയിലിൻ്റെ മീതെ ഇത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷർ ചെയ്യാൻ പറ്റുമോ? ഈ ലൈൻ സെഗ്മെൻറ്റ്, ബോർഡിൽ വരച്ച ഈ ലൈൻ സെഗ്മെൻറ്റിൻ്റെ ലെങ്ത് എത്രയാണ് എന്ന് നമുക്ക് ഈ കോമ്പസ് സ്കെയിലിൻ്റെ മീതെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ എത്രയാണ് റീഡിങ്, അതായിരിക്കും. അപ്പോൾ ഇങ്ങനെ പോയിട്ട് അളക്കുന്നതിന് പകരം ഒരു കോമ്പസിൽ റീഡിങ് എടുത്തു, നമ്മൾ സൗകര്യമായി നമ്മൾ ടേബിളിൽ വന്നിട്ട് നോക്കിയാൽ അത് ആ ലൈൻ സെഗ്മെൻറ്റ് 5 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ, അത് പറയാൻ പറ്റും. മനസ്സിലായി? ഇതൊരു ഇതാണ്. പിന്നെ വളരെ പോപ്പുലറായിട്ടുള്ള ഉപകാരം ഇതെന്താണ്? സർക്കിൾ വരയ്ക്കാം. സർക്കിൾ വരയ്ക്കാൻ എന്ത് ചെയ്യണം? ഇതിങ്ങനെ വെച്ച് ഈ മെറ്റൽ ടിപ്പ് ഒരു സ്ഥലത്ത് കുത്തി നിർത്തി, അതായിരിക്കും സർക്കിളിൻ്റെ സെൻറ്റർ. പിന്നെ ഇതിങ്ങനെ തിരിപ്പിച്ച് കഴിഞ്ഞാൽ, കണ്ടോ, ഇതിങ്ങനെ തിരിപ്പിച്ച് കഴിഞ്ഞാൽ സർക്കിളായിട്ട് വരും അല്ലേ? കാണാനില്ലേ? സർക്കുലർ ഷേപ്പിൽ ഇത് ഫിക്സഡാക്കി നിർത്തുക. അത് കഴിഞ്ഞ് ഈ ടിപ്പ് വെച്ച് ഇതിങ്ങനെ തിരിപ്പിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സർക്കുലർ ഷേപ്പ് ഇതാകുന്നുണ്ട്. അപ്പോൾ ഈ പെൻസിൽ അവിടെ പോകുന്നിടത്ത് സർക്കുലർ ഷേപ്പിൽ വരും. പിന്നെ എന്താണ്? ആർക്ക് വരയ്ക്കാൻ. ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു ആർക്ക് വരയ്ക്കുക എന്നൊക്കെ പറയാം. നമ്മൾ വേറെ പഠിക്കും. ഇവിടെ ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കണം. ആർക്കിൻ്റെ ഷേപ്പ് നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പോൾ എന്ത് ചെയ്യണം എന്നല്ല, ഇങ്ങനെ വരച്ച് കഴിഞ്ഞിട്ട് ഈ ആർക്കിൻ്റെ 2 അറ്റം അല്ലെങ്കിൽ ഇത് ഇവിടെ വന്ന് മുട്ടുന്നത് എവിടെയാണ്, ആർക്ക് എവിടെയാണ് കട്ട് ചെയ്യുന്നത് ഈ ലൈൻ സെഗ്മെൻറ്റ് എന്ന് കാണിക്കണമെങ്കിൽ ആ പോയിന്റ് നമ്മൾ ഈ പെൻസിൽ കൊണ്ട് തന്നെ ചെയ്യാൻ പാടില്ല. അപ്പോഴാണ് നമുക്ക് മാറ്റി വെച്ച വേറെ പെൻസിലില്ലേ, ആ പെൻസിൽ കൊണ്ട് ഇവിടെ മാർക്ക് ചെയ്യണം. ഇതുകൊണ്ട് തന്നെ മാർക്ക് ചെയ്യാൻ പോയ സംഗതി മോശമാവും. അപ്പോൾ ഇത് ഈക്വൽ ലെങ്ത്ത് ഡ്രോ ചെയ്യാൻ ഉപയോഗിക്കും. മെഷർ ചെയ്യാൻ മാത്രമല്ല, മെഷറിന് ഡയറക്റ്റ് മെഷർമെൻറ്റ് നടക്കുന്നില്ലല്ലോ. ഇപ്പോൾ ഇതെടുത്തു, ഇങ്ങനൊരു ലൈൻ സെഗ്മെൻ്റ് ഉണ്ട്. ഇതേ ഈക്വൽ ലെങ്ത്തിലൊന്ന് വരയ്ക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇങ്ങനൊരു ഫിക്സ് ചെയ്തു 2 എൻഡിലായിട്ട്, എന്നിട്ട് അത് തന്നെ ഇവിടെ വെച്ച് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതേ ലെങ്ത്ത് തന്നെ ഇവിടെയും കിട്ടും അല്ലേ? മെഷർ ചെയ്യാണ്ട് ഈക്വൽ ഒരു ലൈൻ സെഗ്മെൻറ്റ് കിട്ടി കഴിഞ്ഞാൽ അതേ മെഷർമെൻറ്റോട് വേറെ ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കണമെങ്കിൽ ഈ കോമ്പസ് മതി. അടുത്ത ടൂളാണ് ഇതെന്താ ടൂള്? എല്ലാവർക്കും അറിയണ്ടാവും അല്ലേ? പറ നിയാസ്. ഡിവൈഡർ. യെസ്, ഇതാണ് ഡിവൈഡർ. ഈ ഡിവൈഡറിൻ്റെ പർപ്പസും കോമ്പസും നമ്മൾ ആദ്യം പറഞ്ഞ പർപ്പസ് തന്നെയാണ്. അതായത് സെയിം ലെങ്ത്തിലുള്ള വേറെ ലൈൻ സെഗ്മെൻറ്റ് ഉണ്ടാക്കാൻ ഇത് ഉപയോഗിക്കാം. ഉണ്ടോ? നോക്കൂ, ഇങ്ങനെ 2 ടിപ്പിലും കൂട്ടി നിർത്തി. അത് കഴിഞ്ഞിട്ട് ഇത് ഇവിടെ താഴത്തേക്ക് ഇറക്കിയിട്ട് ഇവിടെ ഒരു വര വരയ്ക്കുക. കണ്ടോ? ഇത് 2 ടച്ച് ചെയ്ത് വരയ്ക്കുമ്പോൾ സെയിം ലെങ്ത് ആയിരിക്കും അത്.
പിന്നെ എന്താ നമുക്ക് കോമ്പസിൽ ചെയ്ത അതേ കാര്യം ചെയ്യാൻ പറ്റും. എന്ത്, ഇവിടെ ഈ മെഷർമെൻറ്റ് എടുക്കാം, ഇങ്ങനെ രണ്ടറ്റത്തും ആയിട്ട് മുട്ടിച്ച് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഈ സാധനം ഡിവൈഡർ അതേമാതിരി നമ്മൾ സ്കെയിലിൻ്റെ അവിടേക്ക് ചെല്ലുന്നു. എന്നിട്ട് സ്കെയിലിൻ്റെ 0യിൽ വയ്ക്കുക. 0യിൽ വെച്ച് എത്ര മെഷർമെൻ്റ് ഉണ്ട്? 8 സെൻറ്റിമീറ്റർ കേട്ടോ. അപ്പോൾ 8 സെൻറ്റിമീറ്റർ നമുക്ക് എടുക്കാൻ പറ്റും മെഷർമെൻറ്റ്. അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്ന ടൂളാണ് ഇതിനാണ് നമ്മൾ സെറ്റ് സ്ക്വയേഴ്സ് എന്ന് പറയും. സെറ്റ് സ്ക്വയേഴ്സ് ഇത് രണ്ടും പെട്ടെന്ന് കണ്ട ഒരുമാതിരി തോന്നുന്നില്ല, വ്യത്യാസമുണ്ട്. നോക്കൂ, ഇതുണ്ടല്ലോ, ഇത് 3 ആംഗിളല്ലേ, ഒരു ട്രയാങ്കുലർ ഷേപ്പാണല്ലോ, 3 ആംഗിളാണ്. ഈ സെറ്റ് സ്ക്വയറിന് ഏതൊക്കെ ആംഗിൾസ് ഇത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. 90 ഡിഗ്രി അല്ലേ, 90 ഡിഗ്രി, 45 ഡിഗ്രി, 45 ഡിഗ്രി. ഇതാണ് ഈ സെറ്റ് സ്ക്വയറിൻ്റെ ആംഗിളുകൾ. 90 ഡിഗ്രി, 45 ഡിഗ്രി, 45 ഡിഗ്രി. ഇനി മറ്റേ ഡിഗ്രി മറ്റേത് എങ്ങനെയായിരിക്കും? ഒരെണ്ണത്തെ ഇത് 90 ഡിഗ്രി തന്നെ, 90 ഡിഗ്രി, 30 ഡിഗ്രി, 60 ഡിഗ്രി, അങ്ങനെയാണ് ഇതിൻ്റെ വരിക. അപ്പോൾ ഒരെണ്ണം 45, 45, 90, മറ്റേത് 30, 60, 90. മൂന്നും കൂടി കൂട്ടിയാൽ വരിക. ഏത് ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും കൂടി കൂട്ടി എത്ര വരിക? 180 ഡിഗ്രി അല്ലേ? അപ്പോൾ 180 ഡിഗ്രി ആവും. ഇതിനെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ 90 ഡിഗ്രി ആംഗിൾ വരയ്ക്കാൻ ഉപയോഗിക്കാം. ഇപ്പോൾ കണ്ടോ, ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ രണ്ടും വെച്ച് കഴിഞ്ഞാൽ അത് 90 ഡിഗ്രി ആയിരിക്കും. ഇപ്പോൾ ഇതിൽ വരച്ച് കാണിച്ചു തരാം. പേപ്പർ എടുത്തിട്ട് ഈ സെറ്റ് സ്ക്വയർ ഇങ്ങനെ വയ്ക്കുക. അത് കഴിഞ്ഞ് ഉണ്ടോ, ഇത് ഇളകി പോയിട്ടോ, അല്ല ഇളകിയതുകൊണ്ടാണ്, കണ്ടില്ലേ 90 ഡിഗ്രി. ഇതാണ് ഈ സെറ്റ് സ്ക്വയറിൻ്റെ ഒരു പർപ്പസ്. പിന്നെ ഒരു പർപ്പസ് ഉള്ളത് പാരലൽ ലൈൻസ് ഡ്രോ ചെയ്യാനും ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് പിന്നീട് നോക്കാം. അടുത്തതായിട്ടുള്ള ടൂൾ എന്താണ്? അടുത്ത ടൂളാണ്, ഇതെന്താ പേര്? ബിന്ദു, പ്രൊട്രാക്ടർ. യെസ്, ഇതാണ് പ്രൊട്രാക്ടർ. പ്രൊട്രാക്ടറിന് എന്താണ്? ഇത് ആംഗിൾ അളക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു ആംഗിൾ എന്ന് വിചാരിക്കുക, ഇങ്ങനെ ഒരു ആംഗിൾ എന്ന് ഇവിടെ വിചാരിക്കുക. ഇപ്പോൾ ആംഗിൾ അളക്കാനുള്ള ഒരു ടൂളാണ് പ്രൊട്രാക്ടർ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുന്ന് 0 തുടങ്ങി 180 ഡിഗ്രി വരെ മെഷർ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ താഴത്ത് ഇവിടുന്ന് 0 തുടങ്ങി 180 ഡിഗ്രി ഇങ്ങോട്ട് മെഷർ ഉണ്ടാവും. ഈ 2 മെഷറിൻ്റെ കാര്യം കഴിഞ്ഞാൽ 2 സൈഡിൽ നിന്നും അളവെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നോക്കിക്കോളൂ, ഇത് നമ്മളിങ്ങനെ വെച്ച് ഈ സൂര്യനെ മാതിരി കാണുന്നൊരു ഇതുണ്ട് ഇടയിൽ, അതിൻ്റെ മിഡിലൊരു ലൈൻ സെഗ്മെൻറ്റ് ഇവിടെ വന്ന് മുട്ടിക്കാണും. ഈ പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ ഒരു ലൈനും ഉണ്ട്, ഇങ്ങനെ രണ്ടും കൂടി ഒരു പെർപെൻഡിക്കുലർ ഇതിൽ മുട്ടിക്കാണും. ആ എക്സാക്റ്റ് മുട്ടിക്കുന്ന ഇതാണ് ഇവിടെ വെക്കേണ്ടത്. ഈ പോയിൻ്റ് ഉണ്ടല്ലോ, ഈ കോർണർ, ആംഗിളിൻ്റെ ഈ കോർണറിൽ അത് എക്സാക്റ്റ്ലി മുട്ടിച്ചിട്ട് ഈ ലൈന് ഇതിന് ചേർത്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്താണോ റീഡിങ് വരുന്നത്, ഇതിപ്പോൾ എത്രയാണ്? 45 എന്ന് കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞ് 45, ഇതിപ്പോൾ 45 ഡിഗ്രിയാണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഈ ആംഗിൾ അളക്കണം എന്ന് വിചാരിക്കാം. ഈ ആംഗിൾ അളക്കണമെങ്കിൽ അപ്പോഴും നമ്മൾ ഈ സെൻറ്റർ പോയിൻ്റ് ഇവിടെ വെച്ചിട്ട് ഈ ലൈനിനെ പാരലായിട്ട് നിർത്തിയിട്ട് ഇത് നോക്കി. അപ്പോൾ അവിടെ നോക്കൂ, ഇത് എത്രയാണ്? 130. ഇവിടെ വരെ 90, പിന്നെ 140 ഉണ്ട്. 140 ഡിഗ്രി ആയി, കണ്ടോ? അപ്പോൾ ഈ ആംഗിൾ 140 ഡിഗ്രി. ഈ ആംഗിൾ എത്ര അളക്കേണ്ടതെന്ന് നോക്കുക. അപ്പോൾ അന്നേരമാണ് ഈ ഉപകാരം വരിക. എന്ത്, നമുക്ക് ഈ ആംഗിൾ അളക്കാൻ ഇത് നിർത്തിയിട്ട് ഇവിടെ നിങ്ങൾ റീഡിങ് എടുക്കുക. അപ്പോൾ നോക്കൂ, ഇത് 35 ഡിഗ്രി. അപ്പോൾ ഒറ്റ ട്രിപ്പിൽ ഇതിൻ്റെയും എടുക്കാൻ പറ്റും, ഇതിൻ്റെ എടുക്കാൻ പറ്റും. ഇവിടെ കിട്ടിയില്ലേ? അപ്പോൾ ഇതാണ് അതിൻ്റെ മെത്തേഡ്. ഇനി നമുക്ക് കൂടുതൽ ഈ ടൂൾസ് വെച്ച് എന്തൊക്കെ നമുക്ക് ഓരോ ജോമെട്രിക്കൽ ഷേപ്പ് വരയ്ക്കാം, അതൊക്കെ ഇനി നമുക്ക് നാളത്തെ ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ലളിതം ഗണിതത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇങ്ങനെ പരന്ന് കിടക്കില്ലേ ആൾക്കാർ, കുട്ടികൾ. അപ്പോൾ കേരളത്തിലുള്ള മലയാളം സംസാരിക്കുന്ന എല്ലാ കുട്ടികളും, മലയാളം സംസാരിക്കാൻ കഴിവുള്ള എല്ലാ കുട്ടികളും, അപ്പോൾ അങ്ങനെ പരന്ന് കിടക്കുകയാണെങ്കിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ കുട്ടികൾ എല്ലാവരും വേറെ കൂട്ടുകാരെ, നമ്മുടെ ക്ലാസ്സിൽ വരാത്ത കൂട്ടുകാരെ കണ്ടുപിടിച്ച് അവരെ കൊണ്ടുകൂടി സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുകയും വേണം. ഓക്കെ, ഡൺ.
ഡീൽ? ശരി, അപ്പോൾ ഇനി നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കാണാം. ബൈ.